നമസ്കാരം. പാലക്കാട്, ചേലക്കര, വയനാട് എന്നിവിടങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പിന് ഒരുങ്ങിയിരിക്കുകയാണ് രാഷ്ട്രീയ കേരളം. ഇതുവരെയും ഈ 3 മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊന്നും ഔദ്യോഗികമായി സംഭവിച്ചിട്ടില്ല എങ്കിൽ പോലും പല മുന്നണികളിൽ നിന്നും പലരുടെയും പേരുകൾ ഇതിനോടകം തന്നെ ഉയർന്നു വന്നിരുന്നു. പാലക്കാടാണ് ഇതിൽ ഏറെ പ്രാധാന്യമുള്ള ഒരു മണ്ഡലം. BJPയെ സംബന്ധിച്ച് നമുക്കറിയാം, BJP 2ാം സ്ഥാനത്തുള്ള ഒരു മണ്ഡലമാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവസാന ലാപ്പിൽ വരെ മുന്നേറ്റം തുടർന്നത് BJPയുടെ സ്ഥാനാർത്ഥിയായ മെട്രോമാൻ E ശ്രീധരൻ തന്നെയായിരുന്നു. അവസാന ലാപ്പിലേക്ക് അടുക്കുമ്പോൾ മാത്രമാണ് ഷാഫി പറമ്പിലിന് നേരിയ മുൻതൂക്കത്തോടുകൂടി പാലക്കാട് വിജയിച്ചു കയറാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ BJPയെ സംബന്ധിച്ച് പാലക്കാട് വളരെ പ്രധാനപ്പെട്ട മണ്ഡലമാണ്. അവർക്ക് വിജയ പ്രതീക്ഷയുള്ള A ക്ലാസ് മണ്ഡലം തന്നെയാണ്. ഇപ്പോൾ പാലക്കാട് ഏറ്റവും ഒടുവിലായി വന്ന ഒരു അഭ്യൂഹം എന്തെന്നാൽ, ഇടതുപക്ഷത്തിന്റെ LDFന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് DYFയുടെ സംസ്ഥാന പ്രസിഡന്റ് V വസീഫിന്റെ പേരുകൾ ഉയർന്നു കേട്ടിരുന്നു. അദ്ദേഹം പാലക്കാട് കഴിഞ്ഞ ദിവസം സന്ദർശനം നടത്തിയതിന് തൊട്ട് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള ഒരു അഭ്യൂഹം വന്നത്. പക്ഷേ വസീഫ് ഇതിനോട് പ്രതികരിച്ചത് താൻ പാലക്കാട് ചില സംഘടനാപരമായ ചർച്ചകൾക്ക് എത്തിയതായിരുന്നു, സ്ഥാനാർത്ഥിത്വവുമായി ഇതിനെ കൂട്ടി വായിക്കേണ്ടതില്ല എന്നതായിരുന്നു. അതേസമയം തന്നെ കോൺഗ്രസിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുന്നതിനുള്ള സാധ്യതകൾ നിലവിൽ മങ്ങിയിട്ടുണ്ട്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ജില്ലയ്ക്കകത്ത് നിന്ന് തന്നെയുള്ള ഒരു സ്ഥാനാർത്ഥി മതി എന്നുള്ള നിലപാടാണ് പാലക്കാട് DCC സ്വീകരിച്ചിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസിലെ തന്നെ ഒരു വിഭാഗം ഈ രാഹുലിന് വേണ്ടി വാദം ഉന്നയിക്കുന്നുണ്ട് എങ്കിൽ പോലും മറ്റൊരു വിഭാഗത്തിന് ഒട്ടും താല്പര്യമില്ലാത്ത സ്ഥാനാർത്ഥി തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇനി BJPയിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, നിരവധി പേരുകൾ ഇതിനോടകം തന്നെ ഇവിടെ ഉയർന്നു കേട്ടിരുന്നു. പ്രത്യേകിച്ചും ശോഭാ സുരേന്ദ്രൻ, പത്മജ വേണുഗോപാൽ, കൃഷ്ണദാസ് തുടങ്ങിയവരുടെ ഒക്കെ പേരുകൾ പല മാധ്യമങ്ങളിലും നിറഞ്ഞതാണ്. ആ നിരയിലേക്ക് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി എത്തിയിരിക്കുന്നത് BJPയുടെ ഉപാധ്യക്ഷനും സംവിധായകനുമായ മേജർ രവിയുടെ പേരാണ്. മേജർ രവി പാലക്കാട് പട്ടാമ്പി സ്വദേശിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇവിടെ മത്സരിക്കാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന തരത്തിലുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഇത് സംബന്ധിച്ച് അദ്ദേഹം നടത്തിയ പ്രതികരണം വളരെ മികച്ചതായിരുന്നു, അല്ലെങ്കിൽ അത് ശ്രദ്ധേയമായ ഒരു പരാമർശമായിരുന്നു എന്ന് പറയേണ്ടി വരും. അദ്ദേഹം പറഞ്ഞത്, എന്നെ പോലെ മുകളിൽ നിന്ന് വന്ന ഒരാൾ സ്ഥാനാർത്ഥിയാകുന്നതിനോട് വ്യക്തിപരമായി ഒട്ടും താൻ യോജിക്കുന്നില്ല. ഏറ്റവും താഴെ തട്ടിൽ നിന്നും പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചു വന്ന ആരെങ്കിലും ഒരാൾ സ്ഥാനാർത്ഥിയാവട്ടെ എന്നതായിരുന്നു. മാത്രമല്ല, എറണാകുളത്ത് മത്സരിക്കാൻ പാർട്ടി ആവശ്യപ്പെട്ടിരുന്നു എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് താല്പര്യമില്ല എന്ന് അറിയിക്കുകയായിരുന്നു. ഈ പാലക്കാടേക്ക് വരാൻ സാധ്യതയുണ്ടോ എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞത്, നിലവിൽ ചില സിനിമകൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അതൊക്കെ തീർക്കേണ്ടതുണ്ട് എന്ന ഒരു മറുപടിയാണ് നൽകിയിരിക്കുന്നത്. എന്തായാലും നേതൃത്വം ആവശ്യപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ BJPയുടെ ഏതൊരു നേതാവും മത്സരരംഗത്തേക്ക് എത്തുമെന്നുള്ള കാര്യം നമുക്കറിയാം. അതിൽ മേജർ രവിക്കുള്ള സാധ്യതകൾ അധികമാണ്. പ്രത്യേകിച്ചും പാലക്കാടിന്റെ പൾസറിയാവുന്ന ഒരു നേതാവാണ്. BJPക്ക് വേണ്ടി ലാഭേച്ഛയൊന്നുമില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരൻ കൂടിയാണ്. അതുകൊണ്ട് തന്നെ പാലക്കാട്ടുകാരനായ പട്ടാമ്പിയിലുള്ള മേജർ രവിയുടെ പേര് കൂടി ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. എന്തായാലും ഒരു മുന്നണിയും ഔദ്യോഗികമായി സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയിട്ടില്ല. പാലക്കാട് BJP സ്ഥാനാർത്ഥി ആരെ എന്നുള്ള സാധ്യതാ പട്ടികയിലേക്ക് ഇപ്പോൾ മേജർ രവിയുടെ പേര് കൂടി ചേർത്ത് വയ്ക്കപ്പെട്ടിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ഇന്ത്യൻ മലയാളം.